ഏവർക്കും നമസ്കാരം. ബാബ എന്ന ഗ്രന്ഥത്തിൽ ശ്രീ മിത്രൻ നമ്പൂതിരിപ്പാടിനെക്കുറിച്ച് മോഹൻജി എഴുതിയിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ശ്രീ മിത്രൻ നമ്പൂതിരിപ്പാട് വളരെ പ്രഗത്ഭനായ ഒരു ജ്യോതിഷിയും ദിവ്യമാതാവിൻ്റെ ഭക്തനുമായിരുന്നു. അദ്ദേഹത്തിന് മൂകാംബികാദേവിയുടെ മൂലമന്ത്രദീക്ഷ കിട്ടിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് ക്ഷേത്രത്തിലെ പൂജാരികൾക്ക് മാത്രം വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി കിട്ടുന്ന തലമുറകളായി കൈമാറിപ്പോരുന്ന ഒരു മന്ത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ ഒരു രഹസ്യ അറയുണ്ട് എന്നും അത് ഭൂഗർഭ അറയാണ്. അവിടെ ഇരുന്ന് അദ്ദേഹം കഠിനമായ സാധന അനുഷ്ഠിക്കാറുണ്ട് എന്നും വിശ്വസിക്കപ്പെടുന്നു. ദിവ്യമാതാവ് അദ്ദേഹം ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം സത്യസായി ബാബയുമായി ഒരു ഗാഢമായ ബന്ധം പുലർത്തിയിരുന്നു. ഭഗവാനും അദ്ദേഹവും പരസ്പരം സ്നേഹിച്ചിരുന്നു. ഭഗവാൻ അദ്ദേഹത്തെ ഒരു സുഹൃത്തായി തന്നെയാണ് കണ്ടിരുന്നത്. അദ്ദേഹം ഭഗവാനെയും ഒരു അവതാരമായല്ല, തൻ്റെ സുഹൃത്തായാണ് കണ്ടിരുന്നത്. അവർക്ക് 21 വയസ്സുള്ളപ്പോൾ അവർ മൂകാംബികയിൽ ഒരു മുറിയിൽ തന്നെ ഒരുമിച്ച് താമസിക്കുകയും ദേവിയെ പ്രസാദിപ്പിക്കുവാനായി സാധനകൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. അന്ന് മന്ത്രജപവും ഭജനയുമായി അവർ ഒരു മുറിയിൽ ഒരുമിച്ചു കൂടി. അക്കാലത്തൊരിക്കൽ ഭഗവാനും ശ്രീ മിത്രൻ നമ്പൂതിരിപ്പാടും അവിടെയുള്ള ഒരു പഴയ ഓലമേഞ്ഞ സിനിമാ തിയേറ്ററിനടുത്തുകൂടി നടക്കുകയായിരുന്നു. പെട്ടെന്ന് ഭഗവാൻ അദ്ദേഹത്തോട് തിരിഞ്ഞു ചോദിച്ചു, "നിനക്ക് ഈ സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ?" അപ്പോൾ മിത്രൻ നമ്പൂതിരിപ്പാടിന് ഭഗവാന് തൻ്റെ ചിന്തകളെ വായിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലായി. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രീ മിത്രൻ നമ്പൂതിരിപ്പാട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളായി പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ ഭഗവാൻ അദ്ദേഹത്തെ ഒരു ചണ്ഡികാ ഹോമത്തിനു വേണ്ടി പുട്ടപർത്തിയിലേക്ക് ക്ഷണിച്ചു. എന്നാൽ ശ്രീ മിത്രൻ നമ്പൂതിരിപ്പാട് ആ ക്ഷണം നിരസിച്ചു. എന്താണ് കാരണമെന്നറിയുവാനായി ഭഗവാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് സംഭാഷണം ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, "എനിക്ക് മുറുക്കുന്ന ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും മുറുക്കാൻ തുപ്പിക്കൊണ്ടിരിക്കണം. താങ്കളുടെ പുട്ടപർത്തി വളരെ ശുദ്ധവും വൃത്തിയുമുള്ളതാണ്. എനിക്ക് അവിടെ മുറുക്കിത്തുപ്പുവാനായി സ്ഥലം കണ്ടെത്താൻ സാധിക്കുകയില്ല." എവിടെ വേണമെങ്കിലും മുറുക്കിത്തുപ്പിക്കൊള്ളുവാൻ ഭഗവാൻ അനുവാദം കൊടുക്കുകയും അദ്ദേഹത്തോട് അവിടേക്ക് വരുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ കണ്ടത് ഭഗവാനും മുറുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഹോമമെല്ലാം പൂർത്തിയാക്കിയിട്ട് ഭഗവാനും അദ്ദേഹവുമായി ഒരു സംഭാഷണത്തിലേർപ്പെട്ടിരുന്നു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, "നീ വലിയൊരു ജ്യോതിഷിയാണല്ലോ, എല്ലാവരുടെയും ഭാവിയെക്കുറിച്ച് പ്രവചിക്കാൻ കഴിവുള്ള ആൾ. ഞാൻ എന്തുകൊണ്ടാണ് ജന്മമെടുത്തത് എന്ന് പറയാമോ?" അദ്ദേഹം ഒരു ഭഗവത്ഗീത ശ്ലോകത്തിലൂടെയാണ് മറുപടി പറഞ്ഞത്. "യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത." അതായത്, എപ്പോഴെല്ലാം ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുകയും ദുഷ്ടന്മാർ ശക്തി പ്രാപിക്കുകയും ചെയ്യും, അപ്പോഴെല്ലാം ഭഗവാൻ അവതരിക്കും. അപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞു, "അത് സത്യമാണ്." വീണ്ടും ഭഗവാൻ ചോദിച്ചു, "ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കും?" ശ്രീ മിത്രൻ നമ്പൂതിരിപ്പാട് മറുപടി പറഞ്ഞു, "താങ്കൾക്ക് സ്വാഭാവികമായും 96 വയസ്സുവരെ ജീവിക്കുവാൻ സാധിക്കും. പക്ഷേ 80 വയസ്സിന് ശേഷം താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും തൻ്റെ ജീവിതം ഉപേക്ഷിക്കാവുന്നതാണ്. അത് താങ്കളുടെ ഇച്ഛയ്ക്കനുസരിച്ച്." ഭഗവാൻ അതിനും മറുപടി പറഞ്ഞു, "അത് ശരിയാണ്. അത് എൻ്റെ ഇഷ്ടമാണ്." ഞാൻ അദ്ദേഹത്തെ പാലക്കാട് വച്ചാണ് കണ്ടത്. അദ്ദേഹം ആരെയോ കാണുവാൻ വേണ്ടി അവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അദ്ദേഹം പലതവണ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ കോയമ്പത്തൂർ എയർപോർട്ടിലേക്ക് ധൃതി പിടിച്ചു പോവുകയായിരുന്നു. ദുബായിലേക്കുള്ള ഒരു ഫ്ലൈറ്റ് പിടിക്കുവാനായിരുന്നു എൻ്റെ യാത്ര. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ കടം വാങ്ങിയ ഒരു പുസ്തകം തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സുഹൃത്തിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താൻ ശ്രീ മിത്രൻ നമ്പൂതിരിപ്പാടിനോടൊപ്പം മറ്റൊരു സുഹൃത്തിൻ്റെ ഗൃഹത്തിലാണ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ആർക്കും അവിടെ നിന്ന് പുറത്തേക്ക് പോകുവാൻ സാധ്യമല്ല. അനുവാദം ചോദിച്ചാൽ സാധാരണഗതിയിൽ അദ്ദേഹം നൽകാറില്ല. എനിക്ക് വേഗത്തിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ടാക്സിയിൽ അവിടെ എത്തിയിട്ട് താങ്കളെ ഫോണിൽ വിളിക്കാം. അപ്പോൾ താങ്കൾ വെളിയിൽ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയാൽ മതി. പക്ഷേ എൻ്റെ ടാക്സി അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ടാക്സിക്കാരനോട് അവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് പോയി.
അത് വലിയ ഒരു വീടായിരുന്നു. വലിയ വരാന്തയും വലിയ മുറ്റവുമുള്ള ഒരു വീട്. ഞാൻ അകത്തേക്ക് കടന്നപ്പോൾ കണ്ടത് ശ്രീ മിത്രൻ നമ്പൂതിരിപ്പാട് ഒരു ചാരുകസാലയിൽ വിശ്രമിക്കുന്നതാണ്. അദ്ദേഹത്തിന് ചുറ്റും 30-40 ആളുകളുമുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ അടുത്തേക്ക് വിളിച്ചു. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ പോകുമ്പോൾ ഞാൻ പാരമ്പര്യ രീതിയിലുള്ള വസ്ത്രമാണ് ധരിക്കാറ്. പക്ഷേ അന്ന് ദുബായിലേക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ ടീഷർട്ടും ജീൻസുമാണ് ധരിച്ചിരുന്നത്. അദ്ദേഹം എന്നെ കളിയാക്കി. നീ ഒരു സിനിമാ താരത്തെ പോലെയുണ്ടല്ലോ, ഇത്ര ഗ്ലാമറസ് ആയിട്ട് നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ ദുബായിലേക്ക് പോവുകയാണ്. അദ്ദേഹം ചോദിച്ചു, ദുബായിൽ എന്താണ്? ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ അവിടെ ഒരു ജോലി തേടി പോവുകയാണ്. എനിക്ക് പണം ആവശ്യമുണ്ട്. എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. അദ്ദേഹം കണ്ണുകളടച്ചു. അദ്ദേഹം ദിവ്യമാതാവിനോട് സംസാരിച്ചിരുന്നത് ഈ രീതിയിലാണ്. കണ്ണുകൾ തുറന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് എഴുതി വെച്ചുകൊള്ളുക. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് കിട്ടുന്ന പണം നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാൻ ആവുകയില്ല. ഇക്കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റുകയാണെങ്കിൽ ഞാൻ ഈ പണി എന്നേക്കുമായി നിർത്തും. അത് കേട്ട് അദ്ദേഹത്തിന് ചുറ്റും കൂടിയിരുന്ന ആളുകൾ ഇത് ആരോടാണ് സംസാരിക്കുന്നത് എന്നറിയുവാനായി എന്നെ തിരിഞ്ഞു നോക്കി. ഞാൻ അദ്ദേഹത്തോട് തമാശ രൂപേണ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പണവുമില്ല. ഞാൻ അങ്ങയോട് പോകുവാൻ അനുവാദം ചോദിക്കുകയാണ്. ഞാൻ പണമുണ്ടാക്കുവാൻ തൽക്കാലം പോവുകയാണ്. അതിനുവേണ്ടി എനിക്ക് അങ്ങയുടെ അനുവാദം ആവശ്യമുണ്ട്. എന്നെ പോകുവാൻ അനുവദിച്ചാലും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളുക. ഇങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ അവസാനമായി കണ്ടത്.